കഴിഞ്ഞ 40 വർഷത്തിനിടെ ഉണ്ടായ റെക്കോർഡ് മഴയിൽ കൊൽക്കത്തയിൽ മരണം 10 ആയി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടാണ്. റോഡ്, റെയിൽ, വ്യോമഗതാഗതങ്ങളെയും മഴ ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ വീഴ്ച എന്നാരോപിച്ച് BJP രംഗത്തെത്തി. ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. കനത്ത മഴ കൊൽക്കത്തയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം വെള്ളത്തിലായി. താഴ്ന്ന മേഖലകളിൽ വീടുകളിലും വെള്ളം കയറി. റോഡ്, റെയിൽ, വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ദുർഗാപൂജ പരിപാടികൾ റദ്ദാക്കി. സ്കൂളുകൾക്ക് ഇന്നും അവധിയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ സർക്കാർ അവഗണിച്ചതാണ് മഴക്കെടുതി രൂക്ഷമാകാൻ കാരണമെന്നാണ് BJPയുടെ ആരോപണം. എന്നാൽ ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതികരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും പ്രഖ്യാപിച്ചു. മഴ വരും ദിവസങ്ങളിലും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.